മുക്കുപണ്ടം വിൽക്കാനായി ചക്രക്കല്ലിലെത്തിയ 2 പേർ പോലീസിന്റെ പിടിയിലായി. മുഴപ്പിലങ്ങാട് മൊയ്തൂപ്പാലം സ്വദേശികളായ പി.കെ. മുഹമ്മദ് റൈഹാൻ, അബ്ദുൾ റാസിഖ് എന്നിവരെയാണ് ചക്രക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച വൈകുന്നേരം ചക്രക്കൽ അപർണ ജ്വല്ലറിയിലായിരുന്നു ഇവർ എത്തിയത്. 14 ഗ്രാം തൂക്കമുള്ള ഒരു വളയുമായാണ് വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞ് എത്തിയത്. ജ്വല്ലറി ഉടമ ആദ്യം മുറിച്ചു നോക്കിയപ്പോൾ സ്വർണത്തിന്റെ രീതിയിൽ തന്നെയായിരുന്നു. പിന്നീട് ഒരു കഷ്ണം മുറിച്ചു ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ചെമ്പ് തകിടിൽ സ്വർണം പൂശി കബളിപ്പിക്കാൻ കൊണ്ടുവന്നതാണെന്ന് മനസ്സിലായത്. ഉടൻ സ്റ്റേഷനിൽ അറിയിക്കുകയും ചക്രക്കൽ പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇരുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞിട്ട് അപ്പോൾ 5 മണി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വിലയിൽ ചോദിച്ചു, ഞാൻ വിലയെല്ലാം കണക്കൂട്ടി പറഞ്ഞെടുത്തു. അപ്പോൾ പിന്നെ ഇപ്പൊ ഇത് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടവാനുള്ളതുകൊണ്ട് ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്തു, പിന്നെ ഗോൾഡ് LSL ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് 900 പേരാണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. അത് നമ്മളിപ്പോൾ ഒരു സാധനം വന്നാൽ വളയെല്ലാം വന്നാൽ നമ്മളിങ്ങനെ അമർത്തി വെക്കും. അപ്പോൾ അതിന്റെ ടെമ്പർ നമുക്ക് തിരിയും, മനസ്സിലാക്കാവ് തട്ടപ്പാറ നീ തിരിഞ്ഞാണ് ഒന്ന് അമർത്തി വെക്കുക. അതൊക്കെ വള ഒടി 900 പേരെ വേഗം ഒടിയും. ഇത് ലേശം ടെമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് കണക്കൂട്ടി ഇത്ര പൈസ എന്ന് പറഞ്ഞു അതിന്റെ വില പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരത് സമ്മതിച്ചു. അപ്പോൾ ഈ ടെമ്പറിലോട് ഞാൻ വള കട്ട് ചെയ്ത് വരച്ച് ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല, ചെമ്പ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇത് ഞാൻ അവരോട് പറയുന്നുണ്ട് ആദ്യമേ, ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് എടുക്കും, ഇപ്പൊ ഇങ്ങനെ ഇഷ്ടംപോലെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ വരെ ചെയ്തു. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്ത് വന്ന് ഞാൻ ഇത് പറഞ്ഞിട്ട് അവർ പറഞ്ഞാൽ നമുക്ക് ഉരുക്കി ടെസ്റ്റ് ചെയ്യാം, വള ഫുള്ളായിട്ട് ഉരുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറയാം അങ്ങനെ വേണ്ട, നമുക്ക് ചെറിയൊരു കഷ്ണം കൊണ്ട് പറഞ്ഞാൽ ഇതിലൊരു കഷ്ണം മുറിച്ച് 1 ഗ്രാം മുറിച്ച് ഉരുക്കാൻ നോക്കുമ്പോൾ ഉരുകുന്നില്ല. മേൽഭാഗം മാത്രം ഉരി, സ്വർണ്ണം പേരിൽ ആ മാത്രം ചെറുങ്ങനൊന്നും ഉരുകുന്നല്ലാണ്ട് ഫുള്ളായിട്ട് ഉരുകുന്നില്ല. ഞാൻ അവരെ ആ പീസ് എടുത്ത് കണ്ട് കാണിച്ചു, ഇത് സ്വർണ്ണമല്ലാതെ കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ അടുത്ത നടപടി നമ്മൾ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യലാണ്. അപ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ വരുന്നുണ്ട്, സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അസോസിയേഷൻ്റെ നിബന്ധനയുണ്ട്. അത് നമ്മൾ സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചെയ്തു. അവരെ നമ്മളപ്പോൾ എല്ലാവരും അസോസിയേഷൻ ആൾക്കാരിൽ വന്നു, അവരെ തടഞ്ഞു വെച്ചു. അതിനകത്ത് ഒരുത്ത് പുറത്തിറങ്ങി പോയി. അപ്പോൾ എൻ്റെ മകൻ്റെ ഓനെ അയച്ചു, വൈകിട്ട് അയച്ചു, ഓനെ തിരിച്ചു കൂട്ടി വന്നു. പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ പോലീസുകാർ വന്നു, സ്റ്റേഷനിലേക്ക് എത്തി. ഡിജിറ്റൽ യുഗത്തിലേക്കുള്ള കാൽവെപ്പിലാണോ നിങ്ങൾ? എങ്കിൽ പഠിക്കൂ ആധുനിക രീതിയിൽ മികച്ച ഡിസൈനിംഗ് കോഴ്സുകൾ. കണ്ണൂരിലെ ആദ്യത്തെ ഇന്റീരിയർ ഫാഷൻ ഡിസൈനിംഗ് കോളേജ് ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഡിസൈൻ.